ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ലോർഡ് ഡിയർ. എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും യേശുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ദൈവം അനുവദിച്ചാൽ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ, ഒരു തുടർ വചനവുമായി എന്നുവെച്ചാൽ അതിനകത്ത് ഞാനൊരു കാര്യം പറഞ്ഞു, അതിൻ്റെ ഒരു ബാക്കി പറയാൻ ദൈവം അനുവദിച്ചാൽ എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റായിരുന്നു. പക്ഷെ അതിനകത്ത് ഈ എതിർ ശക്തികളുടെ ഒരു കാര്യമുണ്ട്. എനിക്ക് അത് ദൈവം അനുവദിച്ചാലുള്ളൊരു വാക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഹാപ്പി മാനിനെതിരായിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഹാപ്പി മാൻ അത് ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ അതിനകത്ത് ദൈവം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, അവിടെ കണ്ടതല്ല, എനിക്ക് ആ ദിവസങ്ങളിൽ അത് കഴിഞ്ഞ് ഈ ദിവസങ്ങളോട് ഞാൻ എത്തുമ്പോഴത്തേന് കഴിഞ്ഞ 29-ാം തീയതി രാത്രി എൻ്റെ ക്രിയാറ്റിൻ ലെവല് 11.4 പിന്നീട് അത് ഈ 11.4 അതിനൊട്ടും കുറയുന്നില്ല. പിന്നെ അത് ഡയാലിസിസ് ചെയ്യേണ്ട സമയങ്ങളെല്ലാം നോക്കി ഞാൻ ഫിസ്റ്റുല ഇടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി വന്നു. അപ്പോൾ അതിൻ്റെ ആ ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ പറ്റില്ല, എൻ്റെ ഞരമ്പ് ഇപ്പം കിട്ടില്ല, കുറച്ചുകൂടെ കൈക്ക് എന്തെങ്കിലും എക്സർസൈസൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കഴുത്ത് തുളച്ച് അവിടെ ഇടേണ്ടി വരും. അപ്പോൾ അതിന് ബില്ലിങ് ആകാത്ത കൊണ്ട് അടുത്തൊരു ദിവസം മതി, ഇതിങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോന്നു. അപ്പോൾ ക്രിയാറ്റിൻ ലെവൽ 11.4, ഒരു മനുഷ്യൻ എല്ലാം കഴിഞ്ഞു. അത് ഡയാലിസിസ്, നമ്മുടെ രക്തം മുഴുവനും പോയി വേറൊരു രക്തം കയറും. അപ്പോൾ ഒരു മനുഷ്യൻ്റെ സകല ഒന്നും ഭക്ഷിക്കാൻ പറ്റില്ല, കുടിക്കാൻ പറ്റില്ല, വളരെ ലിമിറ്റ്, അളവിൽ കൂടുതൽ കുടിയും നമുക്ക് സാധിക്കില്ല. കുടിച്ചാലും വിഷയമാണ്, കിഡ്നിക്ക് കൂടുതൽ ലോഡ് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ 29-ാം തീയതി ഞാൻ ദൈവത്തെ വിളിച്ച് കിടന്നു. അന്ന് 29-ാം തീയതി കഴിഞ്ഞിട്ട് അന്ന് ഞാൻ രാത്രി എഴുന്നേക്കാൻ, സാധാരണ 2 മണിക്ക് ഞാൻ പ്രാർത്ഥനയിൽ എഴുന്നേക്കുന്ന, 29-ാം തീയതി ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. രാത്രി 28-ാം തീയതി രാത്രി കിടക്കുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. 29-ന് എനിക്കൊന്നും അറിയില്ല. പുലർച്ചെ 2 മണി പ്രാർത്ഥന അത് നിന്നുപോയത് ഞാൻ അറിഞ്ഞില്ല. എന്നുവെച്ചാൽ ആദ്യമായിട്ട് ഞാൻ 2 മണിക്ക് എനിക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ ഭാര്യ 6 മണിക്ക് വന്ന് എൻ്റെ അടുത്ത് വന്ന് എന്നെ വിളിച്ച് കഴിഞ്ഞു. 6:30 ആയപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ചു. ഞാൻ എഴുന്നേറ്റു. സ്തോത്രം. അപ്പോൾ ആ സമയം വരെ എനിക്ക് രാത്രി 28-ാം തീയതി രാത്രി 10 മുതൽ ഈ 6 മണി വരെയുള്ള കാര്യങ്ങൾ എനിക്കൊന്നും അറിയില്ല. ഞാനപ്പോൾ വേറെ എവിടെയോ ഒക്കെ ആയിരുന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ അപ്പോഴത്തെ ആ ദഗമാവി വീടാണോ, ഞാൻ എഴുന്നേറ്റപ്പോൾ എവിടെ എഴുന്നേറ്റെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, എൻ്റെ ഭാര്യ ഞാൻ എഴുന്നേറ്റില്ലെങ്കിലും ആ സമയത്ത് എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് വന്നിരുന്ന് ആ 3 മണി വരെയും പ്രാർത്ഥിക്കുകയായിരുന്നു. സ്തോത്രം. അപ്പോൾ നമ്മൾ ഉറങ്ങിക്കിടന്നാലും അവിടെ കർത്താവിൻ്റെ വചനം പറയുന്നത്, നീ ഉറങ്ങി ഞാൻ മയങ്ങാതെ ഉറങ്ങാതെ നമുക്ക് വേണ്ടി എപ്പോഴും കാവൽ നിൽക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ആ കർത്താവ് എൻ്റെ ഭാര്യ എഴുന്നേൽപ്പിച്ച് ആ സമയത്ത് വിട്ടു. ഞാൻ എഴുന്നേറ്റില്ലെങ്കിലും എൻ്റെ കിടക്കയുടെ അടുത്ത് വന്നിരുന്നു, എന്നെ തൊട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ വേറൊരു അത്ഭുതസാക്ഷി എന്ന് പറഞ്ഞാൽ, എൻ്റെ ഭാര്യ ചേച്ചി ഇവിടുന്ന് ഒരു 150 കിലോമീറ്റർ അകലെയുള്ള വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്നെക്കുറിച്ച് എന്തോക്കെ ദർശനം കണ്ടു. അപ്പോൾ എന്തോ ഒരു അസ്വസ്ഥത തോന്നി. അപ്പോൾ എനിക്കെന്തോ ഒരു സംഭവമുണ്ട് എന്നൊക്കെ വിളിച്ചു. പക്ഷേ വെളുപ്പിന് സമയമൊന്നും പറഞ്ഞില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ പുലർക്കാലത്ത് എഴുന്നേറ്റ് എൻ്റെ ഈ പ്രഷർ നോക്കിയപ്പോൾ 170, 160, 70 നിൽക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഭാര്യ ആ ചെറിയ ഷുഗർ നോക്കുന്ന ഐറ്റം കൊണ്ട് ഒറ്റ കുത്തി പെട്ടെന്ന് തന്നെ നോക്കി, അതിനകത്ത് പെട്ടെന്ന് അറിയാമല്ലോ. ഞാൻ സ്ട്രിപ്പിൽ വെച്ച് പെട്ടെന്ന് നോക്കിയപ്പോഴത്തേന് എൻ്റെ ഷുഗർ ലെവല് 35-ൽ താഴെയായിട്ട് നിൽക്കുക, ഏറ്റവും കുറവ്. അത് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജാണ്.
അപ്പോൾ എൻ്റെ ഭാര്യ അടുക്കളയിലോട്ട് പോയി ഒരു അല്പം കൂടുതൽ പഞ്ചസാര എടുത്തുകൊണ്ട് വന്ന് നിർബന്ധിച്ച്. ഞാൻ ഇതിനൊക്കെ ഭയങ്കര എതിരാണ്, ഇങ്ങനെ ഈ ചികിത്സയ്ക്കും പിന്നെ ഇതിങ്ങനെ നോക്കുന്നതിനൊക്കെ എനിക്ക് എതിരാണ്. അപ്പോൾ എൻ്റെ ഭാര്യ പെട്ടെന്ന് പോയിട്ട് കുത്തും കുത്തി അത് നോക്കിയെടുത്ത്. അപ്പോൾ ഷുഗർ ഇത്രയും ഡൗൺ ആയി എന്നുള്ളത് മനസ്സിലായി. എൻ്റെ വായിലോട്ട് കുറച്ച് പഞ്ചസാര അടിച്ച് കയറ്റി. അങ്ങനെ ഞാൻ ആ പഞ്ചസാര എൻ്റെ വായിലോട്ട് പോയപ്പോഴത്തേന് ആ സെക്കൻഡിൽ തന്നെ ഞാൻ നോർമലായി. പെട്ടെന്ന് എനിക്കെൻ്റെ സ്ഥലകാല ബോധമൊക്കെ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ മനസ്സിൽ വിചാരിച്ചത്, എൻ്റെ വിചാരിച്ചതല്ല, ശരിക്കും സംഭവിച്ചത് ആ പൗലോസിനൊക്കെ പറ്റിയതുപോലെ അവിടെ കൊണ്ട് നഗരത്തിന് പുറത്ത് കൊണ്ടുപോയി കളഞ്ഞ പോലെ ഞാൻ ആ ഒരു ടൈമിൽ ഞാൻ മരിച്ചു, എൻ്റെ ആത്മാവ് ഇവിടുന്ന് പോയെന്ന് ഞാൻ ഓർക്കുന്നു. എന്നുവെച്ചാൽ വേറെ ഒന്നിനെക്കുറിച്ച് എനിക്ക് ഓർമ്മയില്ല. ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ എഴുന്നേറ്റപ്പോഴും ഇവിടുത്തെ കാര്യമൊന്നുമല്ല എനിക്ക് ഓർമ്മ. പിന്നെ ആ ഷുഗർ ലെവലൊക്കെ കറക്റ്റായി. എൻ്റെ ഭാര്യ പഞ്ചസാര ഇട്ട് തന്നപ്പോഴാണ് ഞാൻ നോർമലായത്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത് എവിടെയാണെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ മോള് പഴയ ഞങ്ങളെ പഴയ വീട്ടിൽ വെച്ച് അവിടെ നിൽക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. ഒത്തിരി വർഷം പുറകോട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയത്, ഞാനപ്പോൾ 28-ാം തീയതി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ 11-4 ക്രിയാറ്റിനായപ്പോൾ എൻ്റെ ജീവൻ എന്നിൽ നിന്ന് പോയി. പക്ഷേ 29-ാം തീയതി പുലർച്ചെ എൻ്റെ ഭാര്യ എൻ്റെ അടുത്തിരുന്ന ദൈവത്തെ, ഇന്നും ജീവിക്കുന്ന ആ യേശുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്, അതുപോലെ തന്നെ ആ 150 കിലോമീറ്റർ അകലെ ഇരുന്ന് എൻ്റെ ഭാര്യയുടെ ചേച്ചിയും ആ ദർശനം കണ്ട് അതും പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങനെ വചനം പറയുന്നത് നിങ്ങൾ 2 പേരും ഒരുമിച്ച് എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ. അപ്പോൾ അവിടെ നടന്ന അത്ഭുതം അതാ. അപ്പോൾ ചേച്ചി അവിടെ നിന്ന് പിറ്റേന്ന് വിളിച്ച് ചോദിക്കുന്നത്, ഡെനീസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ ശരിയാ, എനിക്ക് 35 ഷുഗർ ലെവൽ ആയി. വളരെ ക്രിട്ടിക്കലിലോട്ട് ഞാൻ പോയി. എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ എൻ്റെ ഭാര്യ ആ ഷുഗർ തന്നു. അതുകൊണ്ട് ഞാൻ ആ ലെവൽ കറക്റ്റ് ആയതുകൊണ്ടായിരിക്കാം ഞാൻ എഴുന്നേറ്റു ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. അതും നമ്മൾ കഴിഞ്ഞ പറഞ്ഞ ഹാപ്പി മാനിന് ഉള്ളൊരു മറുപടിയാണ്. എൻ്റെ യേശു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ധൈര്യമായിട്ട് പറയുന്നത്. അത് ഇപ്പോഴും ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. അപ്പോൾ എൻ്റെ യേശു ഇന്ന് ജീവിക്കുന്നു. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മുടെ ആ ദൈവം ഭൂമിയിലേക്ക് വന്ന ഒരു സമയം, ആ സമയം ആ ക്രിസ്മസ് ആകാൻ പോകുന്നു. പക്ഷേ അതിന് മുമ്പായിട്ട് അപ്പോൾ പിശാചിൻ്റെ ഒരു കളി അതിൻ്റെ ഇടയിലെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്കിട്ട് തരുന്ന ഹാപ്പി മാനാണ്. അപ്പോൾ ആ ഹാപ്പി മാൻ്റെ വളരെ അടുത്ത ആളാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ, ഐ ടി ബാംഗ്ലൂരിലെ ഒരു ഉദ്യോഗസ്ഥൻ. ആ പുള്ളിയാണ് എപ്പോഴും ഈ ഹാപ്പി മാൻ്റെ, ലോകം മുഴുവൻ കറങ്ങുന്ന ഹാപ്പി മാൻ്റെ കാര്യങ്ങൾ ഇട്ട് തരുന്നത്, യേശുവിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതങ്ങനെ പറഞ്ഞു. അങ്ങനെ അപ്പോൾ ആ ഹാപ്പി മാനുള്ള മറുപടി. അപ്പോൾ ഇപ്പോഴും ഇത് കഴിഞ്ഞും അപ്പോൾ എനിക്ക് വിശ്വസിക്കുന്നത് എൻ്റെ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന, ഞാൻ വെറുതെ ഒരു സാക്ഷിയല്ല, ഞാൻ മരിച്ച് എഴുന്നേറ്റതാണ്. അപ്പം 28-ാം തീയതി രാത്രി ഞാൻ ഒരുപക്ഷെ മരിച്ചു പോയേക്കാമായിരുന്നു. പോയിരുന്നു എന്ന് ഞാൻ കണക്ക് കൂട്ടുന്നു. എൻ്റെ ആത്മാവ് എന്നിൽ നിന്ന് പോയി. അപ്പോൾ എൻ്റെ ഭാര്യയുടെ ചേച്ചിനെ പ്രാർത്ഥിക്കുമ്പോൾ 29-ാം തീയതി പുലർച്ചെ ആ ആത്മാവ് തിരികെ വന്നു. എൻ്റെ ആവശ്യം സ്വർഗത്തിൽ അല്ലെങ്കിൽ എവിടെയാണോ ആ സ്ഥലത്ത് ഇപ്പോൾ ആവശ്യമില്ല, എൻ്റെ ആത്മാവിനെ തിരിച്ചിങ്ങോട്ട് വിട്ടു. അതുകൊണ്ട് ഞാനിപ്പോഴും നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. അത്ഭുതകരമായ സാക്ഷി, ഇതൊരു സാക്ഷിയായിട്ട് പറഞ്ഞ് ലോകം മുഴുവൻ അറിയിക്കാനല്ല. ഞാനിപ്പോൾ ആദ്യമായിട്ട്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരാളോടും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിങ്ങനൊരു കാര്യം എൻ്റെ മനസ്സിൽ തോന്നിയത്, ഇതിൻ്റെ മറുപടിയായിട്ട് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞായിരുന്നു ഇതിനൊരു കണ്ടിന്യൂഷൻ ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് അവിടെ നമ്മൾ പറഞ്ഞത്, ആ ദാവീദ് പുത്ര യേശുവെ എന്നോട് കരുണ തോന്നണമേ എന്ന് പറയുന്ന ആ സെക്കൻഡിൽ ദൈവം അവിടെ നിന്നു അവനെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് അവനെ വിളിച്ചു, അവനെ സൗഖ്യമാക്കി. അപ്പോൾ അതിന് ആ ഒരു കാര്യം പറയാം. അതാണ് ഞാൻ ഇതിൻ്റെ പുറകെ ഇത് തുടർവചനമായിട്ട് വരുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം.
അപ്പോൾ അതാണ് ഈ ഹാപ്പി മാനിലും ഞാൻ കൊടുക്കാനുള്ള മറുപടി. ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഇസ്രായേലിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു ഭാഗം, നമ്മൾ അത് ഭൂപടത്തിൽ നോക്കുമ്പോൾ അറിയാം, ഭൂമിക്ക് ആ കിഴക്ക് ഭാഗത്ത് ഒരു സൈഡ് ഇസ്രായേൽ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേന് ആഫ്രിക്ക. അപ്പോൾ ഈ ഇസ്രായേൽ യഹൂദന്മാരുടെ ആ രാഷ്ട്രത്തിൽ അവരുടെ വീട്ടിൽ ജോലിക്കായിട്ട് വന്നുകൊണ്ടിരുന്ന കറുത്ത വർഗ്ഗക്കാർ, അതായത് ഒരു ഇച്ചിരി കുറഞ്ഞ ആൾക്കാരെന്നാണ് അന്നത്തെ ആ ഒരു കൺസെപ്റ്റിലുള്ള കാര്യം. അപ്പോൾ നമ്മുടെ ഇശായിയുടെ ഗോത്രം, യഹൂദ ഗോത്രം, അവിടെ ഇസ്രായേലിലുള്ള അവിടെ യഹൂദ ഗോത്രത്തിൽ ഇശായിയുടെ വീട്ടിൽ പണിക്കായിട്ട് അല്ലെ ജോലിക്കായിട്ട്, അടുക്കള ജോലിക്കായിരിക്കാം, ആ ഒരു സ്ത്രീയെ, ആ ആഫ്രിക്കക്കാർ സ്ത്രീയെ അവിടെ ജോലിക്കുണ്ടായിരുന്നു ഈശായുടെ വീട്ടിൽ. അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെ. ഇത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അതായത് പിന്നീട് ഞാൻ ഈ 2 മണി പ്രാർത്ഥനയിൽ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തരുന്നത്. പരിശുദ്ധാത്മാവ് ഒരിക്കലും പൊട്ടത്തരം പറയില്ല എന്നുള്ളത് എനിക്കറിയാം. ആ പ്രാർത്ഥന സമയത്ത് വേണ്ടാത്ത ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ തന്നിരിക്കുന്ന ഒരു കാര്യം, ഈശായുടെ ജീവിതത്തിൽ അപ്പം അങ്ങനെ ഒരു സാഹചര്യം, ഈശായിക്ക് 7 മക്കളുണ്ട്, ആൺമക്കൾ തന്നെ, ഏലിയാവ് പോലെയുള്ള നല്ല ജഗജന്മാരായ ശൗലിൻ്റെ മിലിറ്ററിയിലുള്ള ആൾക്കാർ. അപ്പോൾ എപ്പോഴോ ഒരിക്കൽ ഈശായി വീട്ടിലെ ജോലിക്കാരത്തിയുമായിട്ട് കൂടി അങ്ങനെ ഒരു സമ്പർക്കത്തിലായി. അങ്ങനെ ഒരു വിഹിതമല്ലാത്ത രീതിയിൽ ഒരു കുഞ്ഞ് ഈശായുടെ ഭവനത്തിലുണ്ടായി. അത് ആ വേലക്കാരിയിലാണ്. അവരാണ് അടിമ സ്ത്രീയാണ്. അത് മറ്റേ എന്താണ് ആഫ്രിക്കക്കാരിയിലുള്ള, അല്ലെങ്കിൽ അടിമ അതിനകത്തുള്ള ഒരു കുഞ്ഞ്. അപ്പോൾ ആ കുഞ്ഞ് വന്നപ്പോഴത്തേന് എല്ലാവർക്കും എതിർപ്പായി, അവരുടെ ഭാര്യയ്ക്കുമൊക്കെ എതിർപ്പായി. അങ്ങനെ ദാവീദ് എന്ന് പറഞ്ഞ പുത്രൻ അങ്ങനെ വന്നപ്പോൾ ഇത് ഏറ്റവും വലിയൊരു മോശമായി, നാണക്കേടായി ഈശായിക്ക്. എന്നുവെച്ചാൽ വേലക്കാരിയിൽ ഒരു പുത്രൻ വന്നു. അപ്പോൾ ഇവനെ എങ്ങനെയെങ്കിലും കൊന്നു കളയണം. അതിന് പകരമായിട്ട് ഈ സ്വന്തം അമ്മയല്ല, സ്വന്തം അമ്മ ചിലപ്പോൾ പോയി കാണും, തിരിച്ച് ആഫ്രിക്കയിലോട്ട് പോയി കാണും, അല്ലെങ്കിൽ അവരുടെ രാജ്യത്തോട്ട് പോയി കാണും. അപ്പോൾ ഈ 7 ആൺമക്കളുടെ ഈശായുടെ ആദ്യത്തെ യഥാർത്ഥ ഭാര്യ, ആ 7 ആൺമക്കളും കൂടെ കൂടി ഈ ദാവീദിനെ ഒരു വേലക്കാരനെ പോലെയാക്കി വീട്ടിലിട്ട് പീഡിപ്പിച്ച് ഈ ആടുകളെ മേയ്ക്കാനായിട്ട് വനത്തിലോട്ട് വിടും. അപ്പോൾ ഇവരുടെ ഉദ്ദേശം വനത്തിലോട്ട് പോകുമ്പോഴത്തേന് എന്തായാലും സിംഹമോ കരടി ഏതെങ്കിലും ദാവീദിനെ കടിച്ചു കയറും. അങ്ങനെ അതങ്ങ് കയറുന്നുള്ളൂ, ഇളയാളല്ലേ. പിന്നെ ഇവരെല്ലാവരും ശൗലിൻ്റെ പട്ടാളത്തെ ഉദ്യോഗസ്ഥരുമാണ്. അപ്പോൾ അവരെപ്പോഴും അങ്ങനെ വിടുമായിരുന്നു. അവരങ്ങനെ വിട്ടു. പക്ഷേ ഇവിടെ ഈ ദാവീദ് എന്ന് പറഞ്ഞ ചെറുക്കൻ ആ വനത്തിൻ്റെ ഉള്ളിൽ പോയാലും അവിടെ കിടന്നുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. അവൻ്റെ ദൈവത്തെ അവൻ എപ്പോഴും ആ കിന്നരം വായിച്ച് പാടി ആരാധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ദൈവം അവനെ അറിഞ്ഞു. അവിടെ നമ്മളെ കാണുന്നത് ദൈവം എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യം, ഈ ദാവീദിൻ്റെ ഈ ആരാധന കണ്ടപ്പോൾ തന്നെ, അതായത് ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഈ ആരാധനയ്ക്ക് തടസ്സം ഉണ്ടാക്കാൻ വരുന്നത് ആടിനെ പിടിക്കാൻ വരുന്നത് കൊണ്ടല്ല, ഈ ആരാധനയ്ക്ക് ഒരു തടസ്സവും വരാതിരിക്കാൻ വേണ്ടിയാണ് ഒരിക്കൽ ഒരു കരടിയെ, ഒരിക്കൽ ഒരു സിംഹത്തെയും വലിച്ചു കയറി കളഞ്ഞത് ദാവീദ്. അപ്പോൾ ആ ദാവീദിനെ ആരാധിക്കാനുള്ള ആ ഒരു ആരാധനാ മോഹം അത് ദൈവം കണ്ടു. ആ ദൈവം ഭൂമിയിലേക്ക് വരാൻ ഉദ്ദേശിച്ചതിൻ്റെ പുറകിൽ ഇങ്ങനൊരു കാരണമെന്ന് വെച്ചാൽ ദാവീദിൻ്റെ കുലത്തിൽ ദൈവം വരാൻ ദൈവം തീരുമാനിക്കാൻ വേറെ നറുക്കെടുപ്പൊന്നും വേണ്ടി വന്നില്ല. അന്ന് തീരുമാനിച്ചു. അതായത് ദാവീദിൻ്റെ കുലത്തിൽ
വന്ന് പിറക്കാം. അങ്ങനെ ദാവീദിൻ്റെ കുലത്തിലൂടെ എങ്ങനെയോ രൂത്തും ബോവാസും ഒക്കെ വന്നു. അതിലൂടെ നമ്മുടെ ഇശായിയെ കിട്ടുന്നു. ഇശായുടെ ദാവീദ് ജനിക്കുന്നു. അങ്ങനെ ദാവീദിനെ കുറിച്ച് യോസേഫും മറിയയും വരുന്നു. മറിയയുടെ ഉദരത്തിൽ ആ യേശു വന്ന് പിറക്കുന്നു. സ്തോത്രം. ഇതാണ് ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ദൈവം അവിടെ നിന്ന്. ഇതാർക്കും അറിയില്ല. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനല്ലാതെ ആർക്കും ഇത് അറിയില്ല. അപ്പോൾ ദൈവം പിതാവ് പുത്രനായിട്ട് മറിയയുടെ ഉദരത്തിൽ വരും. പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ ഇതറിയാവുന്നത് പരിശുദ്ധാത്മാവിന്. അപ്പോൾ ആ ഭിക്ഷക്കാരൻ കണ്ണ് കാണാത്തവനാണെങ്കിലും അവൻ്റെ ഉള്ളിൽ ഈ പരിശുദ്ധ ആത്മാവ് ഉണ്ടായിരുന്നു. അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവൻ അതുകൊണ്ടായിരിക്കും അവൻ ആ വഴിയരികിൽ നിന്ന് നിലവിളിച്ചവൻ പറഞ്ഞു, ആത്മാവ് വന്നപ്പോൾ, യേശുവേ ദാവീദ് പുത്ര, ഭൂമിയിലേക്ക് വന്നേക്കുന്ന ദൈവം ദാവീദിൻ്റെ കുലത്തിലൂടെ വന്നതെന്നുള്ളത് പരിശുദ്ധ ആത്മാവ് അവൻ്റെ ഉള്ളിൽ കൊടുത്തു. അവനത് വിളിച്ചു പറഞ്ഞു. നിങ്ങൾ വിശ്വാസം വിളിച്ചു പറയുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. നമ്മുടെ യേശു ഇന്നും എന്നും എന്നേക്കും ജീവിക്കുന്നു. ഇനിയും അങ്ങനെ തന്നെ നിൽക്കും. കർത്താവ് അത്ഭുതം ചെയ്യും. അത് ഈ വരും ദിവസങ്ങളിൽ ഇനി നമ്മുടെ ക്രിസ്മസ് ആണ്. ഇപ്പോൾ ഈ ഹലോവിൻ ഡേ എന്നും പറഞ്ഞ് ഒരു പിശാചിൻ്റെ ബർത്ത്ഡേ ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട്. പുതിയൊരു ദിവസം വെച്ചാൽ ഇപ്പം ക്രിസ്മസ് ആകുമ്പോഴത്തേന് അതിന് മുമ്പായിട്ട് ഇവർ ഹലോവിൻ ഡേ എന്നും പറഞ്ഞ് പിശാചിൻ്റെ ഒരു ബർത്ത്ഡേ. ഇപ്പോൾ യൂറോപ്പിൽ മുഴുവൻ അത് വലിയ ആഘോഷം. വിശ്വാസികളുടെ മക്കൾ പോലും ഹലോവിൻ കറുപ്പും ഒക്കെ കൊടുത്ത് ഭയങ്കര ബർത്ത്ഡേ ആഘോഷമാണ്. അതിൻ്റെ ഭയങ്കര യൂറോപ്പിലും അവിടെ എവിടെയൊക്കെ ഭയങ്കര സമ്മാനം കൊടുക്കലും കാര്യങ്ങളും. അപ്പോൾ ക്രിസ്മസിന് വെല്ലുന്ന ഒരു ആഘോഷമായിട്ട് മാറ്റാൻ വേണ്ടി ആ പൈശാചിക ആൾക്കാരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അതായിരിക്കും ഹാപ്പി, സന്തോഷം. അപ്പോൾ അതിലൊക്കെ നമ്മൾ നോക്കുക, അതിലൊന്നും വീഴാതെ. അപ്പോൾ ഹാപ്പി മാനുള്ള മറുപടി ഇതാണ്. നമ്മുടെ ദൈവം ഭൂമിയിലേക്ക് വന്ന ഒരു നമ്മൾ ആഘോഷിക്കുന്നത്. ഒരു ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുമ്പോൾ പിശാച് ഹാലോവിൻ ഡേ ആയിട്ട് അതും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ അറിയുന്ന സത്യം നമ്മൾ വിളിച്ചു പറയുക, നാവ് കൊണ്ട് വിളിച്ചു പറയുക, അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. അത്ഭുത സത്യം വിളിച്ചു പറയുക. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അത്ഭുത സാക്ഷികളായിട്ട് ഇരിക്കട്ടെ. സാക്ഷികളായിട്ട് ജീവനോടെ ഇരുന്ന് നമ്മൾ യേശുവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. സ്തോത്രം. ഈ അപ്പോസ്തല പ്രവൃത്തി 20:20 പറയുന്ന പോലെ ഇത് ദൈവകൃപയുടെ സത്യസുവിശേഷത്തിൻ്റെ സാക്ഷികളാണ്. നമ്മൾ ദൈവകൃപയുടെ സത്യസുവിശേഷ സാക്ഷികളാണ്. അതാ. ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അത്ഭുതമാക്കുക. സ്തോത്രം.